ഞാൻ കണ്ണിൽ കെട്ട് ഞാൻ സ്വയം മാറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 സ്ഥലത്തായിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇത് വന്നിട്ട് മുകളിൽ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു. അതൊരു കൈ അബദ്ധം പറ്റിയതാണ്, ഇനിയിപ്പോൾ ആരോടും പറയണ്ട, എനിക്കൊരു സംശയം വന്നിട്ട് ഞാൻ അവിടെ കീറി നോക്കിയതാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഒഴിവാക്കുക ചെയ്യുന്നത്. കഴിഞ്ഞ 1-ാം തീയതി എൻ്റെ കയ്യിലൊരു ഈർക്കലുണ്ട്. ഈർക്കൽ കൊണ്ട് 5-ാം തീയതി ഞാൻ നെടുമങ്ങോട് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക്കും വേദനയ്ക്കുള്ള ഗുളികയും തന്നായിരുന്നു. അത് കഴിച്ച് 5 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോഴും എൻ്റെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട്, അതാ ഈർക്കൽ ഇരിപ്പുണ്ട്, എനിക്ക് വേദനയ്ക്ക് ഒരു ശമനം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് എക്സ്റേയിൽ ഒന്നും പതിഞ്ഞില്ല. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞ് എക്സ്റേയിൽ പതിയാത്തതിനെ കൊണ്ട് ഒരു സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. ഞാൻ സ്കാനിങ് എടുത്ത് അന്ന് വൈകുന്നേരം 3 മണിക്ക് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോഴത്തേക്ക് ഡോക്ടർ അടിച്ച റൂമിൽ പോയി കളഞ്ഞു. എനിക്കന്ന് കാണിക്കാൻ പറ്റില്ല. വീണ്ടും 2 നിന്ന് പോയപ്പോഴത്തേക്ക് ഡോക്ടർ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. വീണ്ടും പിറ്റേന്ന് പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് സ്കാനിങ്ങിൽ ഇതിൽ ഈർക്കിൻ്റെ ഒരു കഷണം അതിനകത്തിരിക്കുന്നത്, ഇന്ന് ബുധനാഴ്ച ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളയാമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ 9 മണിക്ക് പ്രസൻ്റ് ആവുകയും 11 മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ സാധനമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിനെക്കൊണ്ട് എവിടെയാണ് ഇരിക്കണമെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. കാരണം അവൻ എൻ്റെ കണ്ണിൽ കെട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ണിൽ കെട്ടവർ സിസ്റ്റർ മാറ്റി തന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ ഉയർക്കിൽ കൊണ്ട ഭാഗത്തല്ല അവർ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്, അതിനെ 2.5 ഇഞ്ച് മാറി മുകളിലോട്ടാണ് അവർ ഓപ്പറേഷൻ ചെയ്തത്. എന്നിട്ട് ഈക്കിലിരുന്ന ഭാഗത്ത് വീണ്ടും അവർ ഓപ്പറേഷൻ ചെയ്തു. ഈക്കിൽ കഷണം അവർ പുറത്തെടുത്തു, എന്നെ കാണിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ കെട്ടാൻ സമയത്ത് ഞാൻ കണ്ണിൽ കെട്ട് ഞാൻ സ്വയം മാറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 സ്ഥലത്തായിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇത് വന്നിട്ട് മുകളിൽ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു. അതൊരു കൈ അബദ്ധം പറ്റിയതാണ്, ഇനിയിപ്പോൾ ആരോടും പറയണ്ട, എനിക്കൊരു സംശയം വന്നിട്ട് ഞാൻ അവിടെ കീറി നോക്കിയതാണ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഒഴിവാക്കുക ചെയ്യുന്നത്. അത് മാത്രമല്ല, ഓപ്പറേഷൻ ചെയ്തിട്ട് അവർ അതിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിൻ്റെ ബ്ലഡിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും എൻ്റെ കയ്യിലും വിരലുകളിലും ആ കൈത്തണ്ടയിലും ഇപ്പോഴും നിലവിലുണ്ട്. അതുവരെ അവർ ക്ലീൻ ചെയ്യാതെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയും നിങ്ങൾക്കൂടെ വരേണ്ടതല്ലേ. അവർ പറഞ്ഞ്, നിങ്ങൾ പരാതി പോകരുത്, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇത് ഫ്രീ ആയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, ഇനിയും നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്ന് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരേണ്ടതല്ലേ. അപ്പം പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കും ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും എന്നുള്ള ലെവലിൽ എന്നെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞാനൊരു മേൽ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഇവിടെ കൊണ്ട് നിൽക്കുന്ന ഒരാളല്ല, എനിക്ക് സഹിക്കാം. കാരണം എനിക്ക് സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു ബിഗ് ഇഷ്യൂസാണ്. ഇനി വേറൊരാളിന് ഇതേപോലെ വരരുത് എന്നുള്ള കളിൽ ഞാൻ നെടുമങ്ങോട് സ്റ്റേഷനിലും അവിടുത്തെ സൂപ്രണ്ടിനും പരാതി കൊടുത്തിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് വേറെ നടപടിക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കും, ഞാൻ പോകും.